ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ വീഡിയോയിലെ മെസ്സേജസ് നിങ്ങൾക്കുള്ളതാണ്. ലവ് റീഡിങ്സ് അധികം ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യാറില്ല, ബട്ട് എനിക്ക് ഇന്ന് കിട്ടിയ ഗൈഡൻസ് ആണ് ഈ ഒരു ലവ് റീഡിങ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി? ഓക്കെ, അതാണ് ഇവിടെ നോക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഗൈഡൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാ പ്രേക്ഷകർക്കും ഇത് റെസനേറ്റ് ആകാൻ പോകുന്നില്ല. കളക്റ്റീവ് റീഡിംഗ് ആണ്, പിക്ക് കാർഡ് അല്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഏത് പ്രേക്ഷകർ കാണോ ഈ വീഡിയോയിൽ മെസ്സേജസ് ഉള്ളത്, ആ പ്രേക്ഷകർക്ക് മാത്രമേ ഈ വീഡിയോ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ പേഴ്സൺ, ഭർത്താവാകാം, ഭാര്യയാകാം, ലവർ ആകാം. ഓക്കെ, എന്താണ് അവരുടെ ഫീലിംഗ് ടുവേർഡ്സ് യു? ബിക്കോസ് ഏറെ പ്രേക്ഷകർ ഓക്കെ കാണുന്ന ഒരു റീഡിംഗ് ആയിരിക്കണം. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. 7 of Wands. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അവരുടെ പേഴ്സൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും ഒരു ഡിഫെൻസീവ് മോഡിലാണ്. ഓക്കെ, ഡിഫെൻസീവ് ഇൻ ദ സെൻസ് ഓക്കെ എനിക്ക് ഈ കാര്യങ്ങളാണ് പറയേണ്ടത്, ഞാൻ ഈ കാര്യങ്ങളെ അംഗീകരിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ ഈ രീതിയാണ്, ഈ രീതിയിൽ നിന്ന് ഞാൻ മാറി പോകുകയില്ല. ഓക്കെ, സോ ആ ഒരു ഡിഫെൻസീവ് മോഡിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ആരെക്കുറിച്ചാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഫീലിങ്സ്. ഓക്കെ, സംവെയർ പല കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. ഐദർ അവർക്ക് നേരത്തെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഓക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവർ കണ്ടിട്ടുണ്ടാകാം. എവിടെ ഒരാളുടെ ഡിസിഷൻ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. സോ ഇവിടെ ഇവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഡിസിഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടരുത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലെറ്റ്സ് സീ എന്താണ് ദ മൂൺ. യെറ്റ് ഈ ആൾ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. ഓക്കെ, ഈ ആൾക്ക് നിങ്ങളോട് ഈ ഒരു ജീവിതം നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകണം എന്ന് വലിയ ആഗ്രഹമാണ്. ഓക്കെ, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഈക്വാലിറ്റി ഒക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എവിടെയോ ഒരു പേടിയാണ്. ഓക്കെ, അവരുടെ ആഗ്രഹം നല്ലൊരു കുടുംബ ജീവിതം നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരെന്താണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എല്ലാ ആഗ്രഹവും പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ഈ വീഡിയോ കാണുന്നത്, ഓക്കെ ആ ആൾ നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വിഷ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ ഡ്രീംസിലായിക്കോട്ടെ, അവരുടെ നിത്യേന ദിവസത്തിലായിക്കോട്ടെ, അവരുടെ മനസ്സിൽ ഈ ആഗ്രഹം നല്ല ദൃഢതയിലാണ്. ദാറ്റ് നിങ്ങൾക്കൊപ്പം അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടണം, നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് ഫീലിങ്സ്? ദ വേൾഡ്, ദേ ആർ കംപ്ലീറ്റ് വിത്ത് യു. ഓക്കെ, നിങ്ങൾക്കൊപ്പം അവർക്ക് മുഴുവൻ ലോകം അടക്കി പിടിച്ച ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളാണ് എല്ലാം എന്നുള്ള ഫീലിംഗ് ആണ്. നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടെങ്കിൽ ജീവിതത്തിലെല്ലാം ശരിയായിരിക്കും, ജീവിതത്തിലെല്ലാം നേടാൻ പറ്റും, അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല എന്ന ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഈവൻ തോ അവർ ഡിഫെൻസീവ് ആണ്, ഈവൻ തോ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലായിരിക്കാം,
ഈവൻ തോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലായിരിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു പാർട്ട് ആണ്. 9 ഓഫ് പെൻറ്റിക്കിൾസ്, ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കൊപ്പം ജീവിച്ച് തീർക്കണം എന്ന് ആഗ്രഹമാണ് അവർക്ക് ഉള്ളത്. ഓക്കെ, ആൻഡ് അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ വളരെ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാം തികഞ്ഞ ഒരാളാണ് അവരുടെ നോട്ടത്തിൽ. ഓൾറൈറ്റ്, ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് 7 ഓഫ് വാൻസ് എന്ന കാർഡ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് ടേണായി വരും എന്ന് വിചാരിച്ചതല്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. 4 ഓഫ് വാൻസ്, യെസ്, സി, നിങ്ങൾക്കൊപ്പം ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങൾ നിങ്ങൾക്കൊപ്പം ചെലവഴിക്കണം, നിങ്ങൾക്കൊപ്പം ആഘോഷിക്കണം, നിങ്ങൾ എന്നും കൂടെ ഉണ്ടാകണം എന്നാണ് അവരുടെ ആഗ്രഹം. നിങ്ങളാണ് അവരുടെ സന്തോഷം, നിങ്ങളാണ് അവരുടെ ഐശ്വര്യം, നിങ്ങളാണ് അവരുടെ തുണ, നിങ്ങളാണ് അവരുടെ ദൈവം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇവർ മനസ്സിൽ ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളോടിത് പറയുന്നുണ്ടോ എന്തോ. ഓക്കെ, എന്താണ് പ്രേക്ഷകരുടെ പേഴ്സൻ്റെ ഫീലിംഗ്? ദ മജീഷ്യൻ. ഓക്കെ, സി, അവർക്കിതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ തന്നെ ജീവിതത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് അവർ പ്രെയർ ആയിരിക്കാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു മിറാക്കിൾ സംഭവിച്ചാൽ ഓക്കെ അവരുടെ ജീവിതം ഇങ്ങനെയായി വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ്, അവരേറെ ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് അവർക്ക് അറിയാം നിങ്ങളും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, ഓർ മൈറ്റ് ബി നിങ്ങൾ വീട്ടിലായിരിക്കാം എല്ലാ ജോലികളും ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾ വളരെ ലോയൽ ആണ്. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരു ആളാണ് എന്നത് നിങ്ങളുടെ ആൾക്കറിയാം. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ്, സി, നിങ്ങളുടെ ആളിന് ഇത് നല്ല ബോധ്യമുണ്ട് ദാറ്റ് നിങ്ങൾ ഒരു രാജ്ഞിയാണ്. രാജ്ഞി ഒരു ഫീമെയിൽ അതോറിറ്റി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങൾ ആരെക്കുറിച്ചാണോ, ഓക്കെ, നിങ്ങൾ ആരാണോ, നിങ്ങൾ മെയിൽ ആകാം ഫീമെയിൽ ആകാം, പക്ഷെ നിങ്ങൾ ഒരു അതോറിറ്റേറ്റീവ്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. എന്ത് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലും അത് നേരിടാനുള്ള കഴിവ്, ആ ഒരു തൻ്റെ ഇടം എന്ന് ഞങ്ങൾ പറയില്ലേ, അത് ഉണ്ട് എന്നതാണ് അവർ കരുതുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവർ, ഓക്കെ, പക്ഷെ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്കുള്ളത് അതാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു നല്ലൊരു സ്ഥാനത്താണ്, ഒരു വലിയ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അത് വളരെ കുറവാണ്. ഓക്കെ, എല്ലാവർക്കും ആ ഒരു സ്ഥാനം ലഭിക്കാറില്ല. ആൻഡ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അത് മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അത് ചെറുതല്ല. ഓക്കെ, സോ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ അവരെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരിടത്തിരിക്കൂ ആൻഡ് സംസാരിച്ച് തീർക്കൂ. ബിക്കോസ് ഇത്രയും നല്ല എനർജീസാണ് നിങ്ങളുടെ ആളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നല്ല എനർജീസാണ്. ഈവൻ ദോ ഡിഫെൻസീവ് ആണ്. സോ മൈറ്റ് ബി ഡിഫെൻസീവ് ക്യാരക്ടർ ആദ്യം വന്നുകൊണ്ട് തന്നെ വളരെ സ്റ്റബേൺ ആയിരിക്കാം നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ. ഓക്കെ, വളരെ സ്റ്റബേൺ ആയിരിക്കാം. ഒരു രീതിയിലും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യം ഇല്ല എന്ന് കാണിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ആക്ച്വൽ അവരുടെ മനസ്സിൽ തന്നെ ഇതാണ് ഫീലിങ്സ്. ഓക്കെ, ഡെത്ത്, ട്രാൻസ്ഫോർമേഷൻ. സി, അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ പേടിയാണ്. നിങ്ങളെ അറിയിച്ചാൽ ഓക്കെ നിങ്ങളുടെ സ്ഥാനം അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നിങ്ങളെ അറിയിച്ചാൽ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നെങ്കിലും വിട്ടുപോയാൽ
അത് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ അറിയാൻ പാടില്ല. ബിക്കോസ് മൈറ്റ് ബി ഓക്കെ. ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിൽ ഏറെ റിലേഷൻഷിപ്പ് തകർന്നു പോകാറുണ്ട്. സോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ അവരെ വിട്ടു പോവുകയാണെങ്കിൽ അവർ ആ തകർച്ചയിലൂടെ പോവാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ ലവറുടെ കൂടെ വേണം, പക്ഷേ ഞാൻ അതിനെ 100% അതിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാർഡാണ് ഡെത്ത് കാർഡ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ എവിടെ ഒരു ഉൾപ്പേടിയുണ്ട്, നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആ ദുരിത അനുഭവങ്ങളിലൂടെ ഞാൻ പോകരുത് എന്നാണ് നിങ്ങളുടെ ആളിൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഡിഫെൻസീവ് കാർഡും ആൻഡ് എൻഡിങ് ഡെത്ത് കാർഡുമായിട്ട് വരുന്നത്. ഓൾറൈറ്റ്, മൈറ്റ് ബി ഇയാൾക്ക് ഇമോഷണൽ വൂൺസ് ഏറെയുണ്ട്. കുഞ്ഞുനാളിലെ ഏറെ ഇമോഷണൽ വൂൺസുമായിട്ട് പോയ ഒരാളാണ്, ഇതുവരെ ഹീൽ ആകാത്ത ഒരാളാണ്. ഓക്കെ, ഹീൽ ആകാത്ത ഒരാളാണ്. ഓക്കെ സ്പിരിറ്റ് ഗൈഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. സോ വീൽ ഓഫ് ഫോർച്യൂൺ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സൺ എന്തൊക്കെ ഉള്ളിൽ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നോ അതൊക്കെ നിങ്ങളോട് തുറന്ന് പറയും. ഓക്കെ, ബിക്കോസ് ടൈം നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. സോ മൈറ്റ് ബി വിത്തിൻ 10 months. ഓക്കെ, ചില പ്രേക്ഷകർക്ക് വിത്തിൻ 10 days to 10 monthsനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇയാൾ, ഓക്കെ, ഈ ഒരു മെമ്പർ നിങ്ങളോട് വന്ന് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തുറന്ന് പറയുന്നതാണ്. ക്വീൻ ഓഫ് വോൺസ്, ഈ സെക്കൻഡ് ടൈമാണ് എനിക്ക് ഈ ക്വീൻ ഓഫ് വോൺസ് കിട്ടുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങൾ കൂടാതെ ജീവിക്കാനാവില്ല. ഓക്കെ, നിങ്ങളല്ലാതെ വേറൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അവർക്ക് ആലോചിക്കാനാവില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഈവൻ തോ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാനാവില്ല, എന്നാലും ചില പ്രേക്ഷകർക്ക്, ബിക്കോസ് ഇവിടെ ചില പ്രേക്ഷകർക്ക് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, ബട്ട് അവർ വേറെ ആളുമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം പാസ്റ്റിൽ. ഓക്കെ, പക്ഷേ ഇനി എത്ര ലേഡീസ് അല്ലെങ്കിൽ എത്ര ജെൻസ് ഇവരുടെ ലൈഫിൽ വന്നാൽ, ബിക്കോസ് പ്രേക്ഷകരിൽ പല ലേഡീസ് ഈ വീഡിയോ കാണുന്നുണ്ടാകാം, ജെൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാകാം. സോ കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈവൻ തോ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ ലവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം പാസ്റ്റിൽ, ഓർ ഇപ്പോഴും അവർക്ക് അഫെയർ ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ലൈക്ക് സൈഡ് ഹസിൽ. ഞങ്ങൾ 9 to 5 ജോബ് ചെയ്യുന്നു, പക്ഷേ ബിസിനസ് സൈഡ് ഹസിലാണ്. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ അയാൾക്കൊരിക്കലും ആ ഒരു വ്യക്തിക്ക്, ലേഡി ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ അവരുടെ ഷീൽഡാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ എല്ലാമാണ്, നിങ്ങൾ അവരുടെ പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡി ആണ്. പക്ഷേ എത്രത്തോളം അത് ആക്ഷനിലെടുക്കും എന്നത് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ തിരിഞ്ഞാണ് ആൾ നിൽക്കുന്നത്. ഓക്കെ, ആക്ഷൻ എടുക്കണം, പക്ഷേ എടുത്താൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ആളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ 3 കാർഡ്സ് വന്നു, ഞാൻ എടുക്കാൻ പോവുകയാണ്. 2 of Cups, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളാണ് അവർക്കെല്ലാം. ഓക്കെ, ദേ വോണ്ട് ടു കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇമ്മെച്യൂർ ബിഹേവിയർ ആണ്. ഓക്കെ, അത് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അവർ ആക്ഷൻ എടുക്കും, ബിക്കോസ് ഇപ്പോൾ അവർ ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അവർ ആലോചിക്കുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരെങ്ങനെ മുന്നോട്ട് കണ്ടിരുന്നു ആ ഒരു രീതിയിലാണ് അല്ലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്. സോ അവർ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആൻഡ് തെറ്റിദ്ധാരണകൾ മാറ്റാൻ. ഓക്കെ, യെറ്റ് ഐ വുഡ് സജസ്റ്റ് അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾ ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജിയിൽ നിൽക്കൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിൽക്കൂ. കാരണം ഈ
ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ഒരാൾ എന്തും പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ തോ മനസ്സിൽ പല ആഗ്രഹങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും നല്ലതാണ്, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവർ ആലോചിക്കുന്നുണ്ട് ആൻഡ് അവർ ആക്ഷൻ ഉടനെ എടുക്കുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങൾക്ക് റീഡിങ്. ഐ തിങ്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ ഒത്തിരി വിഷമത്തിലായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വിഷമം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ അർജൻറ്റ് റീഡിങ് കൊണ്ടുവന്നത്. സോ ഈ റീഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഐ ക്ലെയിം ദ ലവ് എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഏറെ ലൈക്സ് തരിക, എത്ര ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ മറ്റൊരു ചാനൽ അക്കോർഡിംഗ് ടു ദ ടാരോ കാണാൻ മറക്കരുത്. ഷോർട്സ് ഇടുന്നുണ്ട്, 2 ചാനൽസിലും ഷോർട്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യേണ്ടവർക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാം. ഹീലിംഗ്സ് ആസ് വെൽ ആസ് ടാരോ കാർഡ് സെഷൻസ് വേണ്ട പ്രേക്ഷകർക്ക് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ വാട്സപ്പ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.